ആശാ വർക്കേഴ്സിന്റെ സമരം ഇന്ന് 36-ാം ദിവസത്തിലാണ്. അതിന്റെ പുതിയ അപ്ഡേറ്റുകൾ എന്താണ്? മാത്രമല്ല ഇന്ന് 17-ാം തീയതിയാണ്. അതുകൊണ്ട് തന്നെ ഇന്ന് ഈ സെക്രട്ടേറിയറ്റ് ഉപരോധം സംഘടിപ്പിക്കുമെന്ന് അറിയിച്ച ദിവസം കൂടിയാണ്. അപ്പോൾ അതെന്താണ് അതിന്റെ ഒരുക്കങ്ങൾ, ക്രമീകരണങ്ങൾ നമുക്ക് നോക്കണം അല്ലെ? അതെ, സെക്രട്ടേറിയറ്റ് ഉദ്യോഗസ്ഥരെയും ജീവനക്കാരെയും ഓഫീസിൽ പ്രവേശിക്കാൻ അനുവദിക്കില്ല എന്നാണ് ഇവർ പറയുന്നത് ഇന്ന്. അപ്പോ സുജിത് സുരേന്ദ്രനോട് തന്നെ നമുക്ക് ചോദിക്കാം എങ്ങനെയായിരിക്കും. സുജിത്, ഗുഡ് മോർണിംഗ്. സുജിത്, ഇന്നിപ്പോ വലിയ ഉപരോധത്തിലേക്ക് അവർ കടക്കുകയാണ്. 36 ദിവസമായിരിക്കുന്നു. അപ്പൊ തീർച്ചയായിട്ടും ഇന്ന് പ്രതിഷേധം കനക്കും. ഏത് രീതിയിൽ പ്രതിഷേധം കടുപ്പിക്കാനാണ് സാധ്യത? കൂടുതൽ വിവരങ്ങൾ പറയും. പ്രജിൻസ്മിത, ഓണറേറിയം വർദ്ധിപ്പിക്കുക, വിരമിക്കൽ ആനുകൂല്യം നൽകുക തുടങ്ങിയ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ആശാ വർക്കർമാർ ആരംഭിച്ചിട്ടുള്ള ഫെബ്രുവരി 10 മുതൽ സെക്രട്ടേറിയറ്റ് പടിക്കൽ ആരംഭിച്ച സമരമാണ് ഇന്ന് 36-ാം ദിവസത്തിലേക്ക് എത്തിയിരിക്കുന്നത്. ഇന്നിപ്പോൾ അവർ സമരത്തിന്റെ മുഖമൊന്ന് മാറ്റുകയാണ്, കുറച്ചുകൂടി കടുപ്പിക്കുകയാണ്. സമരം ഇന്ന് ഉപരോധത്തിലേക്ക് എത്തിയിരിക്കുന്നു. അവരിന്ന് ഉപരോധ സമരം, സെക്രട്ടേറിയറ്റിലേക്ക് ഒരു ഉദ്യോഗസ്ഥരെയും ജീവനക്കാരെയും കടക്കാൻ അനുവദിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഉപരോധ സമരത്തിലേക്ക് കടക്കുകയാണ്. ആ ഒരു സാഹചര്യത്തിലേക്ക് എത്തുമ്പോൾ ഈ സമരത്തെ ഏത് രീതിയിലാകും ഇനി സർക്കാർ കൈകാര്യം ചെയ്യുക എന്ന് കണ്ടറിയേണ്ടതുണ്ട്. ഇന്ന് ഈ ഉപരോധ സമരത്തിലേക്ക് 7000-ത്തിലധികം ആളുകളെ, ആശാ വർക്കേഴ്സിനെ പങ്കെടുപ്പിക്കുമെന്നാണ് സമരക്കാർ അറിയിച്ചിട്ടുള്ളത്. സംസ്ഥാനത്തുടനീളമുള്ള വിവിധ ഇടങ്ങളിൽ നിന്നുള്ള ആശാ വർക്കർമാരാകും സമരത്തിനെത്തുക. അതേസമയം തന്നെ ഇന്ന് ഉപരോധ സമരം നടക്കുന്ന ഇതേ ദിവസം തന്നെയാണ് ഇവർക്ക് പരിശീലനം നൽകുന്നത്. സർക്കാർ പരിശീലനം ഒരുക്കിയിരിക്കുന്ന ഈ പരിശീലനത്തിൽ നിർബന്ധമായും പങ്കെടുക്കണമെന്ന് അറിയിച്ചിരിക്കുകയാണ്. അതായത് ഇവരുടെ ഹാജർ നില അടക്കം കൃത്യമായി അറിയിക്കണമെന്ന് പ്രോഗ്രാം മാനേജർമാർ വഴി ആശാ വർക്കർമാരോട് ആവശ്യപ്പെട്ടിരിക്കുകയാണ്. അതായത് പാലിയേറ്റീവ് കെയർ ആക്ഷൻ പ്ലാൻ, പാലിയേറ്റീവ് കെയർ ഗ്രിഡ് എന്നിവ സംബന്ധിച്ചുള്ള ഒരു പരിശീലനമാണ് ആരോഗ്യവകുപ്പ് നൽകിയിട്ടുള്ള ഇന്ന് സംഘടിപ്പിച്ചിട്ടുള്ളത്. ഇതിൽ പങ്കെടുക്കുമോ ഇല്ലയോ എന്നും ഇന്നലെ തന്നെ ഇവർ അറിയിച്ചിട്ടുണ്ട്. ഇതിൽ പൂർണ്ണമായും പങ്കെടുക്കില്ല എന്ന് അറിയിച്ച് ഇന്നത്തെ ഉപരോധ സമരം വിജയിപ്പിക്കുമെന്നാണ് ഇവർ അറിയിച്ചിട്ടുള്ളത്. അങ്ങനെയെങ്കിൽ ഇന്ന് ഈ സമരം വരുമ്പോൾ, ഈ ഒരു രീതിയിലേക്ക് മാറുമ്പോൾ, ഉപരോധ സമരത്തിലേക്ക് കടുക്കുമ്പോൾ അതിനെ സർക്കാർ ഏത് തലത്തിൽ കൈകാര്യം ചെയ്യുന്നു എന്ന് കണ്ടറിയേണ്ടതുണ്ട്. പ്രജിൻസ്മിത. ശരി, സുജിത് സുരേന്ദ്രനാണ് വിശദാംശങ്ങൾ നൽകിയത്. അപ്പോൾ സെക്രട്ടറി ഉപരോധ സമരമാണ്. അത് ഈ ഉപരോധ സമരം പൊളിക്കാനായുള്ള സർക്കാരിന്റെ നീക്കങ്ങൾ ഉണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം. കാരണം ഒരു പരിശീലന പരിപാടിയിൽ നിർബന്ധമായും പങ്കെടുക്കണമെന്ന് ആശാ വർക്കേഴ്സ് ഒരു നിർദ്ദേശം നൽകിയിരുന്നു. പക്ഷേ പങ്കെടുക്കില്ല എന്ന് ഈ സമരത്തിൽ പങ്കെടുക്കുന്ന അറിയിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ നടപടി ഉണ്ടാകുമോ എന്നൊക്കെ നമുക്ക് കാത്തിരുന്ന് കാണാം.